എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇവിടെ കണ്ടാലറിയാം. ജസ്റ്റ് ഇന്നലത്തെ ഹൈ ശ്രദ്ധിച്ചോണം. ഈ ഒരു റേഞ്ചിൽ ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്, 25,700-800 റേഞ്ചിൽ അധികം നിൽക്കത്തില്ല മാർക്കറ്റ്. പിന്നെ കുറച്ച് ഇറങ്ങിയിട്ടേ മാർക്കറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ 25,000 മുകളിൽ കൺസോൾട്ടേഷൻ നടക്കണം. എന്നിട്ട് വേണമെങ്കിൽ മുകളിലോട്ട് കുറച്ചിടൊക്കെ കയറിപ്പോകാം. അതല്ല എങ്കിൽ അവിടെ തട്ടിപ്പാണെങ്കിൽ പിന്നെ പുതിയ താഴോട്ടുള്ള ലെവൽ 23,900 ആ റേഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ റേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്നലത്തെ ഹൈ എന്ന് പറയുമ്പോൾ 25,669 ഇന്ന് അത് വന്നിട്ടില്ല, ആ റേഞ്ച് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു മിനിറ്റ് നോക്കട്ടെ, അത് ഞാൻ ആവറേജ് എഴുതിയിട്ടില്ല. ഓക്കെ, ഇത് ജസ്റ്റ് പിന്നെ സി പി ആറിൻ്റെ ഇടയിൽ ഓപ്പണായി, അതിനുശേഷം സി പി ആറിൻ്റെ മുകളിൽ വന്നു, അതിനുശേഷം ഇറങ്ങി. ഇപ്പം നാളത്തെ മൂവ്മെൻറ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ഹൈ അടിച്ചിട്ട് ഈ ഹൈയോ R1 റേഞ്ചോ വന്നിട്ട് വീണ്ടും ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റി ഇച്ചിരി സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് ഡേ ചാർട്ട് വേണ്ട, ഈ ഒരു ഇത് കണ്ടില്ല, ഈ ഒരു ഹൈ, അത് ഇന്നും വന്നിട്ട് ആ ഹൈയെ വന്നു. അതിന് മുന്നിൽ ഇവിടെ ഈ ക്യാൻഡില് ഇത് സെല്ലിംഗ് ആണ്. ഇത് ഇവിടുന്ന് ഇന്നും ആ ഒരു ഹൈ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ആ ഒരു ഹൈ വന്നു, അവിടുന്ന് ഇറങ്ങിയതിന്. പക്ഷേങ്കിൽ ഇതിന് മുകളിൽ കയറി ട്രേഡാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയും വന്നിട്ട് കുറച്ച് കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു ഓവർബോട്ട് പൊസിഷനിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 25,700, 58-59 റേഞ്ച് ബാങ്ക് നിഫ്റ്റി, പിന്നെ മിഡ് ക്യാപ് നിഫ്റ്റി 13,500 തൊട്ട് ഏത് സമയത്തും ചാൻസാണ് താഴോട്ട്. ഞാനതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഷെയറിനകത്തൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ, ഇത്ര ഷെയറുകളാണ് എടുത്തിരുന്നത്. ഇതിനകത്ത് കുറച്ച് ഷെയറുകൾ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഷെമാരു എന്ന് പറയുന്ന ഷെയർ നല്ല ചാൻസ് തന്നെ. ഷെമാർ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പൺ ഇവിടെ വന്നു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ R1 അടുത്തായിട്ട് വന്നു, ജസ്റ്റ് R1 അടിച്ചു ഇറങ്ങി. നമുക്ക് ആ 159-40 159 റേഞ്ചിൽ എൻട്രി എടുത്താൽ 147 വരെ വൺ സൈഡ് മൂവ്മെൻറ്റ്, നല്ല മൂവ്മെൻറ്റ് ആ ഷെയർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റേമണ്ടിനകത്ത് വലിയ മൂവ്മെൻറ്റ് തന്നെ, അത് അവരുടെ ഡീമർജായ ഷെയർ ഇന്ന് ലിസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റിൽ അതും നിന്നു. അതിനകത്ത് മൂവ്മെൻറ്റ് നമുക്ക് ചാൻസ് തന്നിട്ടില്ല. ഓൾമൺസ് എന്ന് പറയുന്ന ഷെയറിനകത്തും ചെറിയ ഷെയറാണ്, പക്ഷേ അതിനകത്ത് വോളിയം കൂടുതലുകൊണ്ട് എടുത്തതാണ് കഴിഞ്ഞ ദിവസം. പക്ഷെങ്കിൽ അതിനകത്ത് നമുക്ക് ചാൻസ് തന്നിട്ടില്ല. ബജാജിൻ്റെ അതിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു, നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ബജാജ് അത് അപ്പർ സർക്യൂട്ട് അടിച്ചിട്ട് ഓപ്പണിങ്ങിൽ അത് അപ്പർ സർക്യൂട്ട് അടിച്ചു. അതിനുശേഷം അതിൻ്റെ ലെവൽ 500, ഈ ലെവൽ കട്ട് ചെയ്തപ്പോൾ എൻട്രി 546 എൻട്രി എടുത്തായിരുന്നെങ്കിൽ നോക്കി 2-3 ക്യാൻഡിൽ കൊണ്ട് 40 രൂപ താഴെ പോയി, വൺ സൈഡ് മൂവ്മെൻറ്റ് പോയി. അതിനുശേഷം തിരിച്ച് വീണ്ടും കവറിങ് വന്നിട്ട് ഈ ഇവിടം വരെ വന്നു, R3 വന്നു. പക്ഷേങ്കിൽ പിന്നീട് വീണ്ടും തിരിച്ച് താഴോട്ടിറങ്ങി. നോക്കി റിസ്ക് എടുക്കുന്നവർക്ക് വീണ്ടും അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നോവ എന്ന് പറയുന്ന ആ ഷെയർ, അതും നല്ല ചാൻസാണ് തന്നെ. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് ഓപ്പണിങ്ങിൽ ഒരു ഹൈ പോയി, അതിനുശേഷം ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ നോർമലി 620 എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പോകും, 630 പോകും. പക്ഷെങ്കിൽ അത് അടുത്ത ലെവലിൽ പോകാതെ വീണ്ടും ഇവിടെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും 619 എടുത്താൽ 576 വരെ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് അവിടെ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് ലെവൽ കയറിയെങ്കിൽ ഇവിടെ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട്.
619 എന്നത് വീണ്ടും 598 വരെ വരുന്നു. 2 പ്രാവശ്യം നല്ല ചാൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻഡോസ്റ്റാർ എന്ന് പറയുന്ന ഷെയറിനകത്ത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ അതിനകത്ത് ചാൻസ് കൊടുത്തായിരുന്നെന്ന് തോന്നുന്നു. യെസ്, ഓപ്പൺ പ്രീവിയസ് ഡേ ഹൈ R1 അടുത്ത് R1 മുകളിൽ ട്രേഡായി ഇറങ്ങി. ഇവിടെ 364 എന്നത് 351 വരെ വന്നു. നല്ല ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഗ്ലൈക്കോൾ ചാൻസ് ഇല്ലായിരുന്നു തോന്നുന്നു, താഴെ തന്നെയായിരുന്നു. ഇന്ത്യ ഗ്ലൈക്കോൾ വന്നില്ല, കിട്ടിയില്ല, അത് താഴെ തന്നെയായിരുന്നു. നമ്മൾ നോർമൽ പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിലെങ്കിലും വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ സാധാരണ ചാൻസ് എടുക്കാറുള്ളൂ. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുന്ന റേഞ്ചുകളാണ്. ഇവിടെ വന്ന് ഇവിടെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് റിജക്ഷൻ വരുമ്പോൾ ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്താൽ മതി. പക്ഷേ നമ്മൾ തൽക്കാലം അങ്ങനെ ചെയ്യാറില്ല, ഞാനും ചെയ്യാറില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ ഇത്രയും ഷെയർ 16 ഒരു 15 ഷെയർ ഉണ്ട്. ഇതിൽ ഇത്രയും ഷെയറുകൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുള്ള ഷെയറുകളാണ്. ഇതിനകത്ത് ഈ ലോറസ് ലാബ് എനിക്ക് തോന്നുന്നു നാളെ ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് തരാം, നോക്കി ചെയ്യുക. ചെറിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ എൻട്രി എടുക്കുക, അതിനകത്ത് സെല്ലിങ് ചാൻസ് എടുക്കുക. ഈ ബാങ്കിനകത്തും ഈ R2 ലെവലിൽ നിന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കുക. ബ്ലൂ സ്റ്റാറിനകത്ത് നോക്കുക, R1 R2 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ ഇതിനകത്തൊക്കെ കുറച്ച് ഷെയർ എടുക്കുക. RBL ബാങ്ക് R1 റേഞ്ച് ഇതിൻ്റെ 52 വീക്ക് ഹൈ തന്നെ 270. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 270 R2 ഉണ്ട്. ചിലപ്പോൾ ആ റേഞ്ചിന് മുകളിലോട്ട് പ്രാവശ്യം കയറി വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഈ FM ഗോൾസ് എന്ന് പറയുന്ന ഷെയർ ഇത് 570 ക്ലോസിങ്, 597. ഇത് വന്നിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് ചിലപ്പോൾ നാളെ ഒരു 600 റേഞ്ച് വന്നിട്ട് 597 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസാണ്, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഗബ്രിയലും സോട്ട എന്ന് പറയുന്ന ഈ 2 ഷെയറിനകത്തും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓപ്പണിങ് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ നോക്കി ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും R1 R2 റേഞ്ച് ചെയ്യുന്ന. ഫിലാടെക്സ് R1 R2 റേഞ്ച് ശ്രദ്ധിക്കുക. ലോഡ്സ് ക്ലോറോ വോളിയം കുറച്ചുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റ് ഹെവി ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെവൽ വന്നിറങ്ങുകയാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ വിട്ടേക്കണം ആ ഷെയർ. ഈ ഇന്നോവാന എന്ന് പറയുന്ന ഷെയർ 609 ക്ലോസിങ് കാണിക്കുന്നു. ആവറേജ് 616, 645 ഇവിടെ നോക്കി 644 തൊണ്ണൂറ്റി. ഈ 2 ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസാണ്. പി ഫോക്കസും ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ്. ഹൈയും R1 അടുത്തടുത്താണ്. ബെസ്റ്റാഗ്രോ 400 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 400 ഈ R2 വരാതെ 400, 402, 403 വന്നിട്ട് 400 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ചാൻസ് ഉണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റും. റെയ്മണ്ട് നോക്കുക, R2 റേഞ്ചിൽ നിന്ന് ഓപ്പണിങ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. CUB സിറ്റി യൂണിയൻ ബാങ്ക് അത് ഇയർ ഹൈയുടെ മേളിലാണ് ഇന്ന് ഇയർ ഹൈ അടിച്ചിട്ടുണ്ട്. അപ്പം ഹൈ ഇവിടെയൊക്കെ പ്രീവിയസ് ഡേ ഹൈ നിന്ന് ഇറങ്ങുന്ന കണ്ടാലോ R1 നിന്നൊക്കെ ഇറങ്ങുന്ന കണ്ടാൽ ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത. എൻഡ്യൂറൻസ് ടെക്ക് ഇതും ഇയർ ഹൈ ആണ്. ഇന്നത്തെ ഇയർ ഹൈ 3030, പക്ഷെ നല്ല രീതിയിൽ ഇറങ്ങി, ഇന്ന് തന്നെ ഇറങ്ങി വന്നു. അപ്പോൾ ഇതിനകത്ത് ആവറേജ് 2932. ഈ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഷെയർ. FM ഗോൾസയും അതുപോലെ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. ബൈയിങ് ഷെയർ ഇന്നും നോക്കിയിട്ട് അങ്ങോട്ടൊരു നല്ല ഒരു ഇതായിട്ടുള്ളൊന്നും കാണുന്നൊരു നല്ല വോളിയം ഉണ്ട്, എന്നാലും മൂവ്മെൻ്റ് ഉള്ള ഷെയർ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ബൈയിങ് ഷെയർ എടുക്കാഞ്ഞത്. അപ്പോൾ ഈ ഷെയറുകൾ നോക്കുക, ചാൻസ് വരുവാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ചാൻസ് കണ്ടവരെ എൻട്രി എടുക്കുക, ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.